താങ്ക് യു. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ വാർഷിക കൺവെൻഷൻ കഴിഞ്ഞ വർഷം നമ്മൾ തിരുവല്ലയിൽ വെച്ച് നടത്തിയത് നവംബർ മാസം അവസാനമായിരുന്നു. ഈ വർഷം ഡിസംബർ ആദ്യം കൊറോണ രോഗവ്യാപനം നിമിത്തം G20 ഉച്ചകോടി വരെ ഓൺലൈനിലാണ് നടന്നത്. യാത്രാപ്രിയനായ നമ്മുടെ മോദിജി ഇപ്രാവശ്യം ഓൺലൈനിലാണ് മീറ്റിംഗിൽ പങ്കെടുത്തത്. പത്രവാർത്ത കണ്ട് ഞാൻ അമ്പരന്ന് പോയി. സൗദിയിൽ ഉച്ചകോടി നടക്കുന്നു എന്നായിരുന്നു വാർത്ത. പക്ഷെ എല്ലാവരും ഓൺലൈനിലാണ് പങ്കെടുത്തത്. എല്ലാ രാഷ്ട്രത്തലവന്മാരും പങ്കെടുത്തു. സാധാരണ 20 രാഷ്ട്രത്തലവന്മാർക്കൊക്കെ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്രാവശ്യം അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി. ഓൺലൈൻ ആകുമ്പോൾ കൂടുതൽ സൗകര്യമാണ്, സമയം ലാഭിക്കാം. അതുകൊണ്ട് ഇപ്പൊ ഈ വർഷം നമ്മുടെ പ്രധാനപ്പെട്ട ലോകം സമ്മേളനങ്ങളെല്ലാം തന്നെ ഓൺലൈനിലാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. നമ്മളും നമ്മുടെ കൺവെൻഷൻ മുടക്കാതെ നടത്തുകയാണ്. ഈ ഡിസംബർ 3, 4, 5 3 ദിവസങ്ങളിലാണ് കൺവെൻഷൻ. 3 വിഷയങ്ങൾ, പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കുന്ന 3 വിഷയങ്ങളിലാണ് 3 പ്രഭാഷകർ നടത്തുന്ന പ്രഭാഷണങ്ങളിലേക്ക് ഡിസംബർ 3, 4, 5 തീയതികളിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മുതലാണ് മീറ്റിംഗ്. അത് സൂം പ്ലാറ്റ്ഫോമിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ആ സൂം മീറ്റിംഗിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ID-യും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുവാൻ ബിന്നി പി ജോണിനെ കോൺടാക്ട് ചെയ്യുക. അപ്പം അതിന് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നിങ്ങൾ അവിടെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്താൽ മീറ്റിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് സൂമിൻ്റെ ID പാസ്വേഡ് തരും. അതിന് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസോ രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് ID പാസ്വേഡും കിട്ടും. നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും. വളരെ മികച്ച പ്രഭാഷകരെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ബൈബിൾ വായിക്കേണ്ടത് എങ്ങനെയാണ്, പ്രവചനങ്ങൾ ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്. കാരണം ഇന്നലെ എനിക്കൊരു പാട്ട് ഒരാള് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത ഒരു പാട്ട്, ഒരുപാട് വാട്സാപ്പ് മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ എനിക്കും കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വാട്സാപ്പിൽ ധാരാളം മെസ്സേജുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അപ്പം അതുപോലെ വരുന്നതാണ്. എല്ലാം നോക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പം ചിലത് നോക്കും. ഒരെണ്ണം കണ്ടപ്പം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു കവറും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പ്ലേ ചെയ്തു. ആരെയും ആകർഷിക്കുന്ന ആലാപന ശൈലിയോടുകൂടെ ഈ പാട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ. ഇത് പഴയ പെന്തക്കോസ്ത് ഗാനങ്ങളിൽ ഒരുപാട് പാട്ടുകളിൽ ആവർത്തിച്ചിട്ടുള്ള വരികളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ നോക്കിയാൽ പണ്ടിറങ്ങിയ ഒരു 10 പാട്ടിന്റെ ഓരോ വരി മോഷ്ടിച്ച് ഒരുമിച്ച് ചേർക്കുന്നതാണ്. പുതിയ ആശയങ്ങളൊന്നും പാട്ടുകളിലില്ല. ഇതാണ് വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ. പുതിയൊരു പഴയ പെന്തക്കോസ്തൽ ഗീതങ്ങളുടെ വരികൾ എടുത്തിട്ട് പുതിയ തമിഴ് സിനിമാ പാട്ടിന്റെ ഒക്കെ ട്യൂണിലാക്കി ഇട്ടിറക്കുന്നതാണ് ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ. വേറെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ. അന്നേരം ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വളരെ കൃത്യമായ ഒരു കാര്യമാണ് ആ പാട്ടിനകത്തുള്ളത്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇനിയാണ് പ്രശ്നം. ഇത് വൈകാരികമായിട്ട് നമ്മളെ എന്ത് ചെയ്യാണ്, ഇളക്കി മറിക്കുന്ന പാട്ടാണ്. അത് കേട്ടാൽ ആവേശഭരിതരാകാത്ത ആരുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ പാട്ടൊക്കെ കേട്ട ആവേശഭരിതരാകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം: വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ. ദൈവം ഒരിക്കലും തൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പൊ ബൈബിളിൽ ഏതെങ്കിലും ഒരു വാക്യമൊക്കെ എടുത്ത് ഈ ഉപദേശിമാർ നിങ്ങളെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അതാണ് കരുതുന്നത്.
ആ സത്യത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തമാണോ അത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഞാൻ ഈ ബൈബിൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ്. നിങ്ങൾ ബൈബിൾ ഇങ്ങനെ തുറന്ന് ബൈബിളിൽ നിന്നൊരു വാക്യം എടുത്ത് വായിക്കുക. അപ്പൊ ഈ ബൈബിളിൽ നിന്നൊരു ഒരു വചനം എടുത്തിട്ട് അത് വായിച്ച് ഇത് നിനക്കുള്ള വാഗ്ദത്തം. ദൈവം സ്പെസിഫിക് ആയിട്ട് തൻ്റെ പ്രവാചകനെ, അതിപ്പം ഏശയാവാകട്ടെ, യെഹെസ്കേലാകട്ടെ, യെരമ്യാവാകട്ടെ, ഓബദ്യാകട്ടെ, യോനായാകട്ടെ, മീഖായാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഒരു പ്രവാചകൻ, ഒരു പർട്ടിക്കുലർ പ്രവാചകനിലൂടെ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനോട് അരുളി ചെയ്ത പ്രവചനമാണ് ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവചനം. ഈ പ്രവചനമാണ് എടുത്തിട്ട് നമ്മളുടെ സാഹചര്യങ്ങൾക്ക് ഫിറ്റ് ആകുന്ന ഒരു പ്രവചനം എടുത്ത് പ്രസംഗിക്കുകയോ പ്രവചിക്കുകയോ ചെയ്തിട്ട് മകനെ ഇത് നിനക്കുള്ളതാണ്. അപ്പൊ ഈ വാഗ്ദാനത്തെ മുറുകെ പിടിക്കുക. പെണ്ണുങ്ങളാണ് ഈ മുറുകെ പിടിക്കുന്നതിനകത്ത് കൂടുതൽ ഈ വാഗ്ദാനത്തെ മുറുകെ പിടിക്കുന്നത്. കാരണം എന്തെങ്കിലും കേട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വാഗ്ദത്തത്തെ മുറുകെ പിടിക്കും. ഒരു 80% കേസുകളും നടക്കത്തില്ല. 80% കേസുകളും ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്നവരുടെ കാര്യങ്ങൾ നടക്കാറില്ല. അപ്പോൾ നടക്കാതെ വരുമ്പോൾ പ്രവാചകനാകട്ടെ, പാസ്റ്ററാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുത സിദ്ധിയുള്ള ആളാകട്ടെ, അപ്പൊ അവരോട് പറയുമ്പോൾ അവർ പറയും ശത്രു തടഞ്ഞു. അപ്പൊ പിശാച് അവിടെ വരികയാണ്. അപ്പൊ ഈ പിശാച് ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് നടക്കത്തില്ല. ദൈവം ചെയ്ത ഒരു വാഗ്ദത്തം നിവൃത്തിയാകുന്നതിൽ നിന്ന് പിശാച് അത് തടഞ്ഞു. അതിന് വേണമെങ്കിൽ നമുക്കൊരു വാക്യം എടുത്ത് കാണിക്കാം, സപ്പോർട്ടിങ്. പൗലോസ് എഴുതിയിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിച്ചു, അപ്പോഴൊക്കെ സാത്താൻ ഞങ്ങളെ തടുത്തു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. കണ്ടോ, പൗലൂസിനെ വരെ തടഞ്ഞ സാത്താനാണ്. അപ്പൊ പിന്നെ നിങ്ങളുടെ അനുഗ്രഹം തടഞ്ഞില്ല. സാധാരണക്കാർ വിശ്വസിച്ചു പോകും. പൗലൂസിനെ തടഞ്ഞ സാത്താൻ ആരാണെന്ന് നമ്മൾ അടുത്ത ദിവസത്തെ ലൈവിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പൗലൂസിനെ എങ്ങനെയാണ് സാത്താൻ തടഞ്ഞതെന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധുക്കളായ ആളുകളെ, ഇപ്പൊ നിങ്ങളൊരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ നാനാ വഴിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികളിൽ വീഴുന്ന പെന്റക്കോസ്തുകാർ, അല്ലെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, അല്ലെങ്കിൽ ആത്മീയത കൂടിയ കത്തോലിക്കർ, ഓർത്തഡോക്സുകാർ, അവര് മാത്രമല്ല, ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് നായന്മാർക്കും ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധി വരുന്നുണ്ട്. അവരിൽ ഒട്ടുമുക്ക ആളുകളും അതിൽ നിന്ന് എങ്ങനെയും കരകയറുന്നുണ്ട്. കരകയറാൻ പറ്റാത്ത ഹതഭാഗ്യരിൽ ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. മറ്റു ചില ആളുകൾ പാപ്പരായി പോകാറുണ്ട്. ഇതെല്ലാം സംഭവിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അത്ഭുത പ്രസ്ഥാനത്തിൽ, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള അത്ഭുത പ്രസ്ഥാനത്തിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് കംപ്ലീറ്റ് കടം കയറിപ്പോയ ഒരാളിൽ ഒരുപാട് പേരുണ്ട്. അത് വേണേൽ പലരും ഞാൻ നേരിട്ട് പരിചയപ്പെടുത്തി തരാം. ഈ കുറച്ചു കാലം മുമ്പ് ഈ പോപ്പുലറായ ഒരു പ്രയോഗമുണ്ടല്ലോ, ചിലവത് ശരിയാവും ചിലവത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ, ഇത് ചിലവത് ശരിയാവും ചിലവത് ശരിയാവില്ല. അപ്പൊ ശരിയാകുന്നതിന്റെ അവകാശം ഞമ്മൻ അങ്ങോട്ടേക്കും. ഞമ്മന്റെ അത്ഭുത പ്രാർത്ഥന, അത്ഭുത പ്രവചനം അതാണ്, ഇതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ നടക്കുന്നത് ആർക്കാണ്? ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഇടയിൽ നിങ്ങൾ ഒരു സർവേ നടത്തിയാൽ എല്ലാവർക്കും ഒരു 80% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ അതിജീവിക്കുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ,
പല വൈതരണികൾ. നമ്മളൊക്കെ യാത്ര ചെയ്ത്, നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇതുപോലെ യാത്ര ചെയ്ത് പോന്നിട്ടുള്ളവരാണ്. അവർക്കാർക്കും ഇല്ലാത്തൊരു പുതിയ ഊന്നുവടി നമുക്ക് ആവശ്യമാണ്. പുതിയൊരു ഒരു പരിപാടി. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുന്നുവോ, തളർന്നു നിൽക്കുന്നുവോ, ഇടറി നിൽക്കുന്നുവോ, ആടി നിൽക്കുന്നുവോ, കുഴഞ്ഞു നിൽക്കുന്നുവോ, ഇതൊക്കെ എന്തുമായിക്കോട്ടെ, ഇതുപോലെ തന്നെ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, തകർച്ചകളിലൂടെ, വെല്ലുവിളികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് നമ്മുടെ മുൻ തലമുറകൾ. അന്നൊന്നും അവർക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനമില്ലായിരുന്നു. അവര് ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടി അതിനെ അതിജീവിച്ച് കരുത്താർജിച്ച് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. ഇതിലും വലിയ വെല്ലുവിളികൾ അവർ നേരിട്ടുണ്ട്. 2 പിള്ളേരെയാ നിങ്ങൾ വളർത്തുന്നത്. നിങ്ങളുടെ വല്യപ്പം വളർത്തിയ 11 പിള്ളേരെയാ. ഒരു കരിസ്മാറ്റിക്കാരനും ഇല്ലായിരുന്നു, ഒരു പാസ്റ്ററും ഇല്ലായിരുന്നു, ഒരു പ്രവാചകനും ഇല്ലായിരുന്നു. മണ്ണിനോടും മനുഷ്യനോടും പോരടിച്ചവൻ വളർന്നു, കരുത്തുള്ളവനായി മുന്നോട്ട് പോയി. മനുഷ്യ ജീവിതത്തിൽ വരും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം കള്ളന്മാരടുത്തുകൂടും. നിങ്ങൾ ഇങ്ങനെ പോയിട്ടുള്ളവരെ ഇന്റർവ്യൂ ചെയ്യണം. ഞാനത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എവിടെ ചെന്നാലും അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും എത്ര വർഷമായി വന്നത്, ഈ ബഹളക്കൂട്ടത്തിലേക്ക് വരാനുണ്ടായ കാരണം, ഈ അടിസ്ഥാനമില്ലാത്ത ക്രിസ്ത്യാനിത്വത്തിലേക്ക്, ഷാലോ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി രണ്ടാണ്. ഷാലോ ലൈഫുണ്ട് ആൻഡ് ഡീപ്പ് ലൈഫ്. ഷാലോ ലൈഫ് എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ ജീവിതം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കടൽ തീരത്തൂടെ നടക്കുക. അപ്പൊ കക്ക വെറുക്കാനേ പറ്റത്തുള്ളൂ. കടൽ തീരത്തൂടെ ആഴത്തിൽ, കടലിന്റെ ആഴത്തിൽ ചെല്ലുന്നവന് മുത്ത് പെറുക്കാൻ പറ്റും, മുത്തുകൾ കിട്ടും. അവിടെ വലിയ ബഹളങ്ങളില്ല, ആരവാരവങ്ങളില്ല, ഏകാന്തതയും നിശബ്ദതയുമാണ്. ആഴത്തിലേക്ക് പോകാൻ ആളുകൾ മടിക്കും, ഭയപ്പെടും. ചുരുക്കമായ ആളുകളെ പോകുന്നുള്ളൂ. പക്ഷെ കടൽ തീരത്ത് ബലൂൺ കച്ചവടക്കാരനുണ്ട്, നിലക്കടല കച്ചവടക്കാരനുണ്ട്. ബഹളമയമാണ്. പക്ഷേ കക്ക മാത്രമേ, ഈ ചെറിയ ചിപ്പിക്കഷ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഷാലോ ലൈഫാണ്. അപ്പൊ ഈ ഷാലോ ലൈഫിന്റെ ഒരു സാധ്യതകളെയാണ് ഇത്തരത്തിലുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ പ്രയോജനപ്പെടുത്തുന്നത്. നമ്മളിവിടെ ട്രൂ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് ട്രൂ ക്രിസ്ത്യാനിറ്റി? നിങ്ങൾ ഈ ഷാലോ ലൈഫാണെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ലൈഫിന്റെ അവസാനം അതൊരു ശൂന്യതയായി പരിണമിക്കുകയുള്ളൂ. അപ്പൊ ഈ ബൈബിളിൽ നിന്നുള്ള മിസ്കോട്ടിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓരോരോ വാഗ്ദത്തങ്ങൾ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ആ വാഗ്ദത്തം ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക്, ഒരുപക്ഷെ ഒരു രാജാവിനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ഇടയച്ചെറുക്കനായിരിക്കും, ആർക്കുമായിക്കൊള്ളട്ടെ, ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജനതയ്ക്കായിരിക്കും, ഒരു പർട്ടിക്കുലർ ഓഡിയൻസിന് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ദൈവം എന്ത് ചെയ്തു? ഫുൾഫിൽ ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എല്ലാ കാലത്തും മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളത് ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെയാണ്. മെൻ ഓഫ് ഗോഡ്, പ്രവാചകന്മാരിലൂടെയാണ് ദൈവം സംസാരിച്ചത്. ആ പ്രവാചകനിലൂടെ സംസാരിച്ചത് കൃത്യമായി ദൈവം എന്ത് ചെയ്തു? ജാഗ്രതയോടെ ആ പ്രവചനം നിവർത്തിച്ചു. അതാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇനി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രവചനം ഈ പുസ്തകത്തിലുണ്ടോ? പർട്ടിക്കുലറായിട്ട് നിങ്ങൾ ഹൃദയപൂർവ്വം ചിന്തിക്കണം. നിങ്ങളുടെ സാഹചര്യത്തിന് സമാനമായ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്യം
ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ലൈവിൽ ഇപ്പോ എന്നോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രശ്നം പറയാമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ 4 വാക്യം, ഏത് സാഹചര്യത്തിനും പറ്റിയ 4 വാക്യം ഞാൻ പറയാം. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ എന്ത് പ്രശ്നം വേണേലും പറഞ്ഞു, എന്ത് പ്രശ്നവും പറഞ്ഞു. കൃത്യം ബൈബിളിൽ, കാരണം മനുഷ്യന്റെ എല്ലാ ജീവിത മേഖലകളിലും ജീവിത സാഹചര്യങ്ങളിലും പെട്ട കഥകളും കാര്യങ്ങളും ഒക്കെ ബൈബിളിലുണ്ട്. അപ്പൊ എവിടുന്നെങ്കിലും എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിവർത്തിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണ് എന്ന മട്ടിൽ ഈ കള്ള പ്രവാചകന്മാർ പറയുമ്പോൾ ദൈവം അവരെ അയച്ചിട്ടില്ല, ഞാൻ അവരെ അയച്ചിട്ടില്ല, ഞാൻ അവരെ അറിയുന്നില്ല. ദൈവം പറയണം. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അപ്പൊ ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ വഞ്ചിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തെ ആമപ്പൂട്ടിട്ട് പൂട്ടും, ഇതിനകത്ത് കുരുക്കുക. ഇതുണ്ടോ ഇങ്ങനെയുണ്ട്, ഉണ്ട്. അത് ദൈവം തന്റെ അഭിഷിക്ത പ്രവാചകനിലൂടെ ഒരു പ്രത്യേക ഓഡിയൻസിനോട് സംസാരിച്ച കാര്യമാണ്. അത് ഇന്ന് നിന്നോട് പറയുന്നതല്ല. അപ്പം അതുകൊണ്ട് ദൈവം അത് നിവർത്തിക്കാൻ ബാധ്യസ്ഥനൊന്നുമല്ല. അതുകൊണ്ട് പാട്ട് പാടുമ്പോ വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? ഇല്ല, ഇല്ല, ഇല്ലെന്ന് മാറുന്നില്ല. പക്ഷെ ആരോട് വാഗ്ദത്തം ചെയ്തു? വാട്ട് ഈസ് എ ഗ്യാരണ്ടി? ദൈവം ആരിലൂടെയാണ് സംസാരിച്ചത്? അപ്പൊ ദൈവമാണ് സംസാരിക്കുന്നത് നേരിട്ട്. ദൈവം തന്റെ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. പണ്ടൊരിക്കല് കുറെ വർഷങ്ങൾക്ക് മുമ്പാ ഞാൻ ഒരിടത്ത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ കൈ നീട്ടിയപ്പോഴേക്കും ഇപ്പുറത്ത് നിന്ന് പ്രായമായ ഒരു ഉപദേശി പെട്ടെന്ന് എന്ത് ചെയ്തു, പുള്ളിയുടെ ബൈബിൾ എടുത്ത് ഇങ്ങനെ നീട്ടി. ഇച്ചിരി എന്തോ ഒരു ഭൂതബാധയുള്ള ഒരാളാണെന്നുള്ള ഒരു ധാരണയുണ്ട്. അപ്പൊ ഈ ആൾക്ക് ദേഹത്ത് നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ചടിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ പുള്ളിയുടെ ബൈബിൾ എടുത്ത് ആ ആളുടെ തലയ്ക്കും എന്റെ കൈക്കൂടെ ഇടയ്ക്കോട്ട് പുള്ളി വെച്ചു, എന്നൊരു കവചമായിട്ട്. അതായത് ഇനി എന്തെങ്കിലും ഭൂതമോ വൈശാചിക ശക്തിയോ പുള്ളിയുടെ ദേഹത്ത് നിന്നിട്ട് വന്നാൽ ഈ ബൈബിളെ തട്ടിത്തെറിച്ച് വെക്കോളൂ. എനിക്കൊന്നും, എന്നോടുള്ള സ്നേഹത്തിന് ചെയ്താ. ഞാൻ വെച്ചാൽ ബൈബിൾ മാറ്റി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴേ അന്നേരത്തെ പിന്നെ അവിടുന്ന് ഞങ്ങൾ വന്നപ്പോൾ അച്ചായനുണ്ടോ പറയാ, പാസ്റ്റർക്ക് ദോഷമൊന്നും പറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചു. അപ്പൊ എന്തുമാത്രം അന്ധവിശ്വാസം നമുക്കുള്ളതെന്നറിയോ ഈ ബൈബിളിനെ സംബന്ധിക്കുന്ന മിസ്കോൺസെപ്ഷൻ? ഇതെന്തോ വലിയ ശക്തിയുള്ള സാധനമാണെന്നും ഇതിനകത്ത് എന്തൊക്കെയോ സൂക്തങ്ങളുണ്ടെന്നും ഒക്കെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്നവനായ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ സംസാരിക്കും. ഒരു പുസ്തകത്തിന്റെ മറവിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യം ദൈവത്തിനില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവം തന്റെ ജനത്തോട് നേരിട്ട് സംസാരിക്കുവാൻ, ഇടപെടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു പുസ്തകത്തിൽ സർട്ടൻ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിന്റെ മറവിലൂടെ നിൽക്കുകയല്ല ദൈവം. ദൈവം ഇന്നും നിങ്ങളോട് സംസാരിക്കും. അപ്പോസ്തലന്മാർക്ക് ദൈവം അവരോട് സംസാരിച്ചു. പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. അവരുടെ ജനത്തോട് അവർ സംസാരിച്ചു. അപ്പോസ്തലന്മാർ അവരുടെ ജനത്തോട് സംസാരിച്ചു. അപ്പൊ അവരെഴുതിയ കത്തുകളോ അല്ലെങ്കിൽ അവരുടെ കാലത്തെ പ്രവചനങ്ങളോ എന്താണ്? മെമ്മോറിയൽ റെഫറൻസ് ആണ്, നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മെമ്മോറിയൽ റെഫറൻസ് ദൈവത്തിന്റെ അഭിഷിക്തദാസന്മാർ എഴുതിയതായതുകൊണ്ട്, അല്ലെ അവരിലൂടെ സംസാരിച്ചതായതുകൊണ്ട് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ കാണും. ദീസ് ആർ ഹോളി സ്ക്രിപ്റ്റേഴ്സ്. ചർച്ച് അതിനെ ഹോണർ ചെയ്യുന്നു, ചർച്ച് അതിനെ സൂക്ഷിക്കുന്നു. പക്ഷെ ഇന്ന് അവര് സംസാരിച്ച ആ ഒരു വാക്യം എടുത്തു വെച്ചിട്ട് ഇത് ദൈവം നിന്നോട് പറയുന്നതാണ് എന്ന് പറയാം. ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ നല്ലൊരു വിഭാഗം ആളുകളുടെ കാര്യങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കും. അത് മുഴുവൻ തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും തങ്ങളുടെ പ്രവചനം കൊണ്ടുമാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കും. ഇതിന്റെ വഞ്ചന നിങ്ങൾക്കറിയാമോ? ഈ തങ്ങളുടെ ഒരു കാര്യം നടന്നില്ലെങ്കിലും ഇവരൊരിക്കലും ഇവരെ തള്ളിപ്പറയത്തില്ല.
കാരണം അടുത്തത് നടന്നാലോ, ഇനി പിന്നെ പ്രതീക്ഷ, ഇനി ഇവർക്കെതിരായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് വേറെ വല്ല ദോഷവും വന്നാലോ, അപ്പൊ അതൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, സാധാരണ ജനങ്ങൾ ചിന്യവരും ചിതറിയവരും കുഴഞ്ഞവരുമായിട്ട് കണ്ടു. യേശു തമ്പുരാൻ അവരിൽ മനസ്സലിഞ്ഞു. He was moved with compassion and healed them. മനസ്സലിഞ്ഞു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്യവരായി ചിതറിയവരായി. കർത്താവിന്റെ മനസ്സലിവാണ്. തുമ്പുകെട്ട ഇടയന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ. ഇവര് വ്യാജമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ, അത്ഭുത രോഗശാന്തി വരമുണ്ടെങ്കിൽ, ദയവായി ജനത്തെ സൗഖ്യമാക്കുക. ജനത്തെ വഞ്ചിക്കാതെ. പകരം എന്ത് ചെയ്യാണ് ഇവർ? ഈ ഒളിച്ചേ പാത്തേ കളിക്കുമല്ലോ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന ഇങ്ങനെ ഒരു വാക്യം എടുത്തു കൊടുക്കുക, എന്നിട്ട് ദൈവത്തെ പ്രതികൂട്ടിലാക്കുക. അതാ ഇത് ദൈവമാണ്. കാശ് കടം മേടിച്ചിട്ട് ചെക്ക് കൊടുക്കുന്ന പോലെ, വണ്ടിച്ചെക്കെന്ന് പറയും, ഒന്നും പാസ്സാകില്ല എന്ന് പറഞ്ഞ പോലെ ബൈബിളിലെ തിരുവെഴുത്തുകൾ കൊണ്ടുള്ള വണ്ടിച്ചെക്കുകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്ത് കളിപ്പിക്കുക, അവരുടെ പണം വാങ്ങിയെടുക്കുക. എന്നിട്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ, വൈകാരിക ഗാനങ്ങൾ ഇറക്കി വിടുകയാണ്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലും. നിരാശരായി പോവാണ് ജീവിതത്തിൽ. ഈ എന്തെല്ലാം ചെയ്തിട്ട്, പെന്തക്കോസ്റ്റിലെ കാര്യങ്ങൾ ഞാൻ പറയാം. പെന്തക്കോസ്റ്റിലെ പ്രവാചകന്മാരെ വിളിച്ച് കേരളത്തിലുള്ള മുഴുവൻ പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയും ശാസിപ്പിക്കുകയും ഉപവസിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടും തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത, ഊരാക്കുടുക്കളിൽ പെട്ടുകിടക്കുന്ന, പലവിധമായ പ്രശ്നങ്ങളിൽ കിടക്കുന്ന നൂറുകണക്കിന് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ കൊണ്ടല്ല, ഈ ചില മാസങ്ങൾക്കിടയിലെ കാര്യം. ഒരു തരത്തിലുമുള്ള ഒരു അത്ഭുത രോഗശാന്തിയോ അല്ലെങ്കിൽ ഒരതിശയമോ ഇവിടെ ഞാൻ ഓഫർ ചെയ്തിട്ടില്ല. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു എപ്പിസോഡിലും നിങ്ങളെ ഞങ്ങൾ വിടുവിക്കാമെന്നോ ഞങ്ങൾ അത്ഭുതം ചെയ്യുന്നെന്നോ ഒരു തരത്തിലുള്ള പ്രോമിസും കൊടുക്കാതിരുന്നിട്ട് തന്നെ നൂറുകണക്കിന് ആളുകളാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. എല്ലാം നശിച്ചവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, തകർന്നവർ, ഉടഞ്ഞു പോയവർ. ഞാൻ പെന്തക്കോസ്തുകാരെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത കാലത്തായിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങള്, ഇതുപോലുള്ള കൂട്ടായ്മകള്, ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകള് അവരുടെയൊക്കെ ചതിക്കണികളിലും അവരുടെയൊക്കെ എന്താണ് ആസുര പ്രകടനങ്ങളിലും സകലതും ഹോമിക്കപ്പെട്ട, നഷ്ടപ്പെട്ട, പ്രത്യാശ വരെ നഷ്ടപ്പെട്ട, അത് ഒരു മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് പ്രത്യാശ, ഹോപ്പ്. ആ ഹോപ്പ് പോലും നഷ്ടപ്പെട്ട ആളുകൾ വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സൗഖ്യമോ ശക്തിയോ കഴിവോ ആക്സസ്, ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആക്സസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ പെട്ടെന്നൊരു 100 അഡ്രസ്സ് തരാം. നിങ്ങൾ അവരെ സഹായിക്കും. നിങ്ങൾക്ക് വേണ്ടത് സാമാന്യം തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരിൽ നിന്ന് വലിയ വലിയ തുകകൾ വസൂലാക്കുക. ഇത് കച്ചവടമാണ്, വഞ്ചനയാണ്, ചതിയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആളുടെ വീഡിയോ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചത് കണ്ടു. പുള്ളി ബിസിനസ്സുകാരെ മാത്രമാണ് സഹായിക്കുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ബിസിനസ് എങ്ങനെ വളർത്താം, അതിനുള്ള ചെപ്പടി വിദ്യകൾ, ചില പ്രത്യേക വാക്യങ്ങൾ, ചില പ്രത്യേക താളത്തിൽ ഏറ്റുപറയുക, ചവിട്ടി നടക്കുക, കറങ്ങി നടക്കുക, ശാസിക്കുക, ബത്സിക്കുക. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുകയാണ്. കാരണം മനുഷ്യർ അങ്ങനെയാ. ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സിനിമ പിടിക്കുന്ന ആളുകൾ എന്തുമാത്രം ഒരു പുതിയ സിനിമയുടെ സംവിധായകന്റെ കയ്യെ നിങ്ങൾ നോക്കണം. ഇവിടം തൊട്ട് ഇവിടം വരെ ചരട് കാണും, ഈ കയ്യാലും കാണും ചരട്, പിന്നെ അരലൊക്കെ ഒരുപാട് കാണും. കാരണം അന്ധവിശ്വാസത്തിന്റെ ഒരു മേഖലയാണ്. ഫോർച്യൂൺ, തങ്ങളെ തുണയ്ക്കാൻ വേണ്ടി എന്തും കിട്ടും. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇതെല്ലാം വിജയിക്കും. ഇതെല്ലാം വിജയിക്കും. ഒരു വ്യാജ പ്രവാചകന്റെ അടുത്ത്
ഒരു MLA പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടില്ലേ? കളക്ടർ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ? ഇതെല്ലാം മനുഷ്യരാണ്. അപ്പൊ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ചതുരംഗ കള്ളികൾക്കകത്തെ നീക്കങ്ങൾ തങ്ങളെ സ്വാധീനിക്കുന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ ഗ്രഹനിലകൾ, ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ വിശ്വാസമുള്ള ഭാരതത്തിൽ ഒരു മതക്കച്ചവടക്കാരന് നിലനിന്നു പോകാൻ ഒരു പ്രയാസവുമില്ല. അപ്പൊ ആ മതക്കച്ചവടം, ആ മതവ്യാപാരം നടക്കുന്ന സ്ഥലത്ത് അതേ മതവ്യാപാരമാണ് ഈ പെന്തക്കോസ്തുകാരും കരിസ്മാറ്റിക്കുകാരും ചെയ്യുന്നത്. യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ അന്ധവിശ്വാസത്തിന്റെ അടിമകളാക്കി ജനങ്ങളെ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത വിധത്തിൽ അധപ്പതിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന, മതവ്യാപാരം നടക്കുന്ന തെരുവിൽ അതേ കച്ചവടം നടത്തുന്ന മറ്റൊരു പീടിക തുറന്നു വച്ചിരിക്കുകയാണ് നിങ്ങൾ. അതേ കച്ചവടം. അത് ദയനീയമല്ലേ? അതിന് നിങ്ങൾക്ക് പിശാച് വേണം. ആ പുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ ഇത് നടന്നില്ലല്ലോ, പാസ്റ്റർ ചോദിച്ചേ, അത് സഹോദരി, ശത്രുവിന്റെ പോരാട്ടം ഉണ്ടല്ലോ, പിശാച്. നമ്മൾ പ്രവചിച്ചു എങ്കിൽ തന്നെയും ആ വാഗ്ദത്തം നിവർത്തിക്കുന്നവരെ നിങ്ങൾ ജാഗരിക്കണം. കാരണം സാത്താൻ ഇത് കൊണ്ടുപോയി. സാത്താൻ വന്ന പിന്നെ എന്ത് ചെയ്തു? തിരുവനന്തപുരം പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാത്താൻ വന്നു കഴിഞ്ഞാൽ. ഇവരുടെ ദൈവത്തെ ഇവർ ഇൻഫീരിയർ ആക്കുകയാണ്, കുറവുള്ളവനാക്കി, കഴിവ് കെട്ടവനാക്കി കാണിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വഞ്ചന ചെയ്യുന്ന, ചതി ചെയ്യുന്ന ആളുകൾക്ക് ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണിപ്പോ ഇവിടെ നടക്കുന്നത്. ഇത് അവർ നിങ്ങളെ വാണിഭമാക്കും. ഞാൻ പറഞ്ഞല്ല, അപ്പോസ്തലനായ പൗലൂസ് പ്രവചിച്ചതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ പൗലൂസ്ലീഹ പ്രവചിച്ചാണ്, ഞാൻ പോയതിനു ശേഷം എന്ത് സംഭവിക്കും? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. ഇതുണ്ടോ? ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. അടുത്ത് അദ്ദേഹം പറയണം, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. വളരെ ടെസ്റ്റിമണി. ഇപ്പൊ അവർ നിങ്ങളെ വാണിഭമാക്കും. അപ്പം ജനത്തെ വാണിഭമാക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രസംഗം നടത്തുമ്പോൾ എന്തുകൊണ്ട് എതിര് ആയിട്ട് ആളുകൾ എഴുന്നേൽക്കുന്നു ചോദിച്ചാൽ അതിന്റെ കാരണമാണ്. എഫെസോസിൽ ചെന്ന് പൗലൂസ് പ്രസംഗിച്ചപ്പം അവിടെ രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് വലിയ നഷ്ടം വന്നു, കാരണം കച്ചവടം കുറഞ്ഞു. അപ്പം രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആള് ദെമത്രിയോസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ വലിയൊരു കലാപം ഉണ്ടാക്കി നഗരത്തിൽ പൗലൂസിനെയൊക്കെ ഓടിക്കാൻ. അപ്പൊ അതുപോലെയാണ് ഈ സാത്താനെ കൊണ്ട് ഉപജീവിക്കുന്ന കുറച്ച് ആളുകളും. സാത്താൻ ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമാണ്, നരകമില്ലെങ്കിലും അവർക്ക് കുഴപ്പമാണ്. അപ്പൊ നരകത്തെയുള്ള പേടി നിലനിർത്തി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവർ അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സാത്താൻ തട്ടിക്കൊണ്ട് പോവാണ്. സ്വാഭാവികമായിട്ടും കുറെ കാര്യങ്ങളൊക്കെ ആളുകളുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. മനസ്സിലായോ? സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന ഒരു ഓർഡർ കിട്ടി. ഇയാൾ ഈ കൂട്ടായ്മ വരുന്നതിന് മുമ്പ് എത്രയോ ഓർഡറുകൾ കിട്ടി. പക്ഷെ എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞാൽ അത് ഇയാളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണെന്ന് ഈ ബിസിനസ്സുകാരന്റെ ഭാര്യ പറയും. കണ്ടോ, ബ്രദർ പ്രാർത്ഥിച്ചിട്ടാണ്.
സാധുക്കൾ പെട്ടെന്ന് അത് വിശ്വസിക്കും. അപ്പൊ ചിന്തിക്കേണ്ട, നീ ഇതിനകത്ത് അംഗത്വം, ഈ കൾട്ട് ഗ്രൂപ്പിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് നിനക്ക് എത്രയോ ഓർഡറുകൾ കിട്ടി. അത് മുഴുവൻ ഈ ബ്രദർ പ്രാർത്ഥിച്ചിട്ടാണോ? എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ അപ്പോൾ ഈ ബ്രദർ പറയും പിശാച് പിശാച്. അപ്പൊ ആ പിശാചിനെ പിടിച്ചു കെട്ടാൻ കഴിവില്ലാത്ത ഈ ബ്രദർ എന്തോ ബ്രദറാ? അതിപ്പോ പറ്റുമോ? എവിടെയെല്ലാം ആരുടെ എല്ലാം പിശാചിനെ പിടിച്ചു കെട്ടണം? ഇതുവെല്ലാം നടക്കുന്നതാണ്. നിങ്ങൾ കൂടുതൽ പൈസ അയക്കണം. പണം അയച്ചു കഴിയുമ്പോൾ പിശാചിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും? അത് അച്ഛനായാലും ബ്രദർ ആയാലും പാസ്റ്റർ ആയാലും ഉപദേശി ആയാലും ഏതെല്ലാം പേരിൽ അറിയപ്പെട്ടാലും ഇതൊരൊറ്റ എണ്ണമാണ്: മതം, കച്ചവടം നിങ്ങളെ വാണിഭമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ വായിക്കേണ്ടത് എങ്ങനെ, ഗ്രഹിക്കേണ്ടത് എങ്ങനെ? ബൈബിൾ നിങ്ങളെടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഇത് ആർക്ക് എഴുതുകയാണ്, ആരെഴുതുകയാണ്, എന്തിനെഴുതുകയാണ്, എപ്പോൾ എഴുതുകയാണ്? മനസ്സിലായോ? ആരെഴുതുകയാണ്, എന്തിനെഴുതുകയാണ്, എപ്പോൾ എഴുതുകയാണ്? അല്ലാതെ ചുമ്മാ ബൈബിൾ തുറന്ന് ഇങ്ങനെ അവന്റെ സഹോദരന്മാരായ 80 പേരെയും ഊസിയേലിൽ പ്രധാനിയായ അമീനാദാവിനെയും അവന്റെ സഹോദരന്മാരായ 112 പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാറിനെയും ഊരിയേലസായ യോവേൽ ശമയാ എലിയേൽ അമീനാദാബ് എന്നീ ലേവിനെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞു. ഇതൊരു ചരിത്ര വിവരണമാണ്. ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം, എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സംഭവിച്ച ഒരു ചരിത്രം തലമുറകൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് നിങ്ങൾ അവിടെ വെച്ചു ഇത് ദൈവവചനമാണ്. ദൈവവചനമല്ലത്, അതൊരു ഡിസ്ക്രിപ്ഷനാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കുവാൻ ഉള്ള കാതുകളും ദൈവത്തെ ശ്രവിക്കുവാനുള്ള ആ കാതുകൾക്ക് പരുവപ്പെട്ട ഒരു കാതുകളല്ല എങ്കിൽ ദൈവം നിങ്ങളോട് മറ്റൊരാളിലൂടെ സംസാരിക്കും. ദൈവം എവിടെയാണ്? ദൈവം നമ്മോടുകൂടെ. ഹി ടാബർനാക്കിൾഡ് അമംഗ് us. അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചിരിക്കുകയാണ്. ഹി ലിവ് വിത്ത് us. അവൻ നമ്മോട് കൂടെയാണ്. ദൈവം നമ്മോട് കൂടെ. ഹിസ് നെയിം ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. അവൻ നമ്മോട് കൂടെയാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ, ഇതിനെ തിരിച്ചറിയാതെ, ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ദൈവത്തെ പുസ്തകത്തിലാക്കി. ആര്? പ്രൊട്ടസ്റ്റന്റ് വേൾഡ്. കാരണം അവർക്ക് അധികാരം ബൈബിളാണ്. അതായത് അവരുടെ അധികാരസ്ഥാനം ബൈബിൾ ആക്കിയിട്ട് അവർ ബൈബിളിന് സബോർഡിനേറ്റ് ആയിട്ട് സ്വയം പ്രതിഷ്ഠിച്ചു. മനസ്സിലായോ? എന്നിട്ട് അവർക്ക് ഇപ്പൊ എന്താണ്? ബൈബിളാണ് അവരുടെ ഹെഡ്, അല്ലെങ്കിൽ ബൈബിളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ദൈവദത്തമായ നേതൃത്വമില്ല. പക്ഷെ ട്രൂ ചർച്ച് ഹാസ് എ ഹെഡ്. ക്രിസ്തു ശിരസായിരിക്കുന്ന ആ സഭയ്ക്ക് ഭൗമികമായി പ്രത്യക്ഷമായ തലവനും അധികാരസ്ഥാനവും ബിഷപ്പ് കൗൺസിലും എല്ലാമുള്ള ചർച്ച്. അപ്പൊ ആ സഭയിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? അപ്പൊ ഈ തെറ്റായ ധാരണ, അതായത് ഇപ്പൊ പെന്തക്കോസ്ത് വേൾഡൊക്കെ ഉപയോഗിക്കുന്ന അതേ പാരാമീറ്റേഴ്സ് ആണ് കത്തോലിക്ക കരിസ്മാറ്റിക്കിൽ ഉപയോഗിക്കുന്നത്. തിരുവചനത്തിനൊക്കെ പ്രാധാന്യമുണ്ട്, തിരുവെഴുത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ തിരുവചനത്തിനകത്ത്, അല്ലെ ഈ തിരുവെഴുത്തിനകത്ത് നിങ്ങൾക്കുള്ള അത്ഭുതം ഇരിപ്പുണ്ട്, അതിശയം ഇരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ, പ്രത്യേകിച്ചൊരു കത്തോലിക്ക സിസ്റ്റർ ഉണ്ട് യൂട്യൂബില്. ആ സിസ്റ്ററുടെ വീഡിയോ എനിക്ക് ആളുകൾ അയച്ചു തരാറുണ്ട്. നിങ്ങൾക്ക് മക്കളില്ലേ? ഒരൊറ്റ പണി ഇതാ, ഈ വാക്യം അങ്ങ് ഏറ്റുപറയുക. ഒരു ദിവസം ഒരു 30 പ്രാവശ്യം എന്ന കണക്കിന് ഒരു മാസം അങ്ങോട്ട് തട്ടിക്കളും, അങ്ങോട്ട് തട്ടിക്ക, മക്കള് ചെറപറാന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ അങ്ങ് വാക്തത്വം കൊടുക്കുക. ആളുകൾ ദൈവത്തെ അവിശ്വസിക്കാൻ കാരണമായി തീരുവത്. ആ ബഹുമാനി സിസ്റ്റർ ആരാന്ന് എനിക്കറിയില്ല. ആ സിസ്റ്റർക്ക് ഒരു പർട്ടിക്കുലർ കേസിൽ, ഇഫ് യു ഹാവ് എ വേർഡ് ഫ്രം ഗോഡ്, ടെൽ ദം. ദാറ്റ് ഈസ് പ്രൊഫറ്റിക് മിനിസ്ട്രി. ഏബ്രഹാം സൂസമ്മ ദമ്പതികൾക്ക് മക്കളില്ല, 18 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, അടുത്ത ക്രിസ്തുമസിന് മുമ്പ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും. അങ്ങോട്ട് പറ ആ ഫാമിലിയോട്. ഞാനതിന് കൂട്ടു നിൽക്കും. എനിക്കിഷ്ടം അങ്ങനെ പ്രവചിക്കുന്നത്. പർട്ടിക്കുലർ ആ ഫാമിലിയോട് ദൈവം പറയാനുള്ള കാര്യം പറയുക. അതിന് നിങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നും ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ അത്ഭുതകരമായിട്ട് കുഞ്ഞുണ്ടാകും, അതല്ല നല്ലത്. അതിന് ഒപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്?
ഈ വേദപുസ്തകത്തിന്റെ മറവിൽ ദൈവത്തെ പ്രതിയാക്കുകയാണ്. എന്നിട്ട് കൈമരത്ത് കാണിക്കുക, ആ ദൈവം അങ്ങനെ പറഞ്ഞായിരുന്നു, നടന്നില്ല. അതിന്റെ കാരണം പിശാച് ഇങ്ങനെ നിങ്ങളെ ചുറ്റി വലിഞ്ഞ്. അപ്പൊ തങ്ങൾ ഏറ്റവും അഭിശപ്തരാണ്, തങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ശപിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ കൃപാകടാക്ഷത്തിന് പോലും അയോഗ്യരാണ്, അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് അപ്രാപ്യമാണ്, തങ്ങളുടെ ജീവിതം ഒരു പ്രയോജനവുമില്ലാത്തതാണ്, പിശാച് തങ്ങളെ വിടാതെ പിന്തുടരുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഈ പറഞ്ഞ കരിസ്മാറ്റിക് പ്രഭാഷകരും പെന്റക്കോസ്ത് പ്രഭാഷകരും ന്യൂ ജനറേഷൻ കച്ചവടക്കാരും നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി എത്രയോ കുടുംബങ്ങളെ നിത്യ ദുഃഖത്തിലേക്ക്, നിത്യ നിരാശയിലേക്ക്, ആഴമേറിയ ആ വലിയ ഡീപ് ഡിപ്രഷനിലേക്ക് നിങ്ങൾ തള്ളിവിടുന്നറിയോ? ദൈവത്തെക്കുറിച്ചുള്ള വലിയ മിസ്കോൺസെപ്ഷൻ കൊടുക്കുക. ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് ദൈവത്തെ വെറുക്കുന്ന ആയിരങ്ങളെ, ദൈവത്തെ വെറുക്കുന്ന 10,000-ങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. യു ആർ നോട്ട് പ്രീച്ചിങ് ട്രൂ ഗോസ്പൽ. യു ആർ നോട്ട് പ്രീച്ചിങ് ട്രൂ തിയോളജി. അപ്പൊ 10,000-ങ്ങളെ ദൈവത്തിന് ശത്രുക്കളാക്കി മാറ്റുന്ന മിനിസ്ട്രിയാണ് ഈ പെന്റക്കോസ്റ്റിന്റെയും കരിസ്മാറ്റിക്കിന്റെയും. പറയും, നിങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കത്തോലിക്ക സഭയിൽപ്പെട്ട പല ആളുകളും എനിക്കെതിരായിട്ടൊക്കെ ഇവിടെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കത്തോലിക്ക പുരോഹിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാസും പേനായും ഒക്കെ സ്വന്തമായിട്ടുള്ള പുരോഹിതന്മാര് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ അധികം പേരൊന്നും കേൾക്കാറില്ല, കുറച്ച് പേരാണ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കണം. എന്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്നെ ഏതെങ്കിലും മേൽപ്പെട്ടക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ, കത്തോലിക്ക സഭയിലെ ഞാൻ ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ അത്ര കുഴപ്പങ്ങൾ അത്രയും നടക്കുന്നില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട അഭിവന്യ പിതാക്കന്മാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാത്ത, കാരണം ആളുകളെ നശിപ്പിക്കുകയാണ്. തെറ്റായ ദൈവിക പ്രബോധനങ്ങൾ കൊടുത്തിട്ട് ആളുകൾ നിത്യമായി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്, നിത്യമായി, എന്നേക്കുമായിട്ട്. അങ്ങനെ 100 കണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകം വായിക്കും. ഇതിനകത്ത് ദൈവം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക അത്ഭുത വാക്യങ്ങൾ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ഇപ്പം ചില ആളുകൾക്ക് ആവേശം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 100 സാക്ഷ്യം കൊണ്ടുവരാണ്, അവിടെ അത് നടന്നു, ഇവിടെ നടന്നു കാണാം. കാരണം ആളുകൾക്ക് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കും. അത് എന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ചിലർ അവകാശപ്പെട്ട് കാണും, ഈ വാക്യം കൊണ്ടാണെന്ന് ചിലർ അവകാശപ്പെട്ട് കാണും. പക്ഷെ നടക്കാത്ത ആളുകളുടെ സാക്ഷ്യം നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുക. 10,000-ങ്ങൾ വരും. എഴുതി വെച്ചവരും ഉദ്ധരിച്ചവരും ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചവരും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഈ മന്ത്രവാദം ചെയ്തവരൊക്കെ പരാജയപ്പെട്ടവരുണ്ട്. എന്നെ കേൾക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ഇൻബോക്സിൽ അറിയിക്കുക. അത് ഈ കാര്യം കൂടുതൽ പറയാൻ ഞങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, നിങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഫെയിലിയർ ആയിപ്പോയത് ധൈര്യമായിട്ട് പറയൂ. ദൈവം നിങ്ങളോട് പിണങ്ങുന്നില്ല. ജീവിക്കുന്നവനായ ദൈവമുണ്ട്. ആ ദൈവം ആരാണ്? ആ ദൈവം എങ്ങനെയാണ്? ആ ദൈവം എന്താണ്? അത് കൃത്യമായി ഞങ്ങൾ ഇവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും, ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പ്രസംഗിക്കുന്ന വ്യാജ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വർക്കാകാത്തത്, നിങ്ങളെ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് മിഴികൾ തുറക്കുക, യാഥാർത്ഥ്യത്തെ കാണുക, ദൈവം ആരാണെന്ന് ഗ്രഹിക്കുക, ശരിയായ ദൈവശാസ്ത്ര പ്രബോധനം ഉൾക്കൊള്ളുക. ഇവിടെ ഞാൻ കമന്റുകൾ നോക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക. തെറ്റായ പ്രബോധനങ്ങൾ ഈ ബൈബിളിന്റെ മറവിൽ അല്ലെങ്കിൽ ബൈബിൾ എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ബൈബിൾ ഒരു അത്ഭുത അല്ലെങ്കിൽ ഒരു എന്താണ്, എല്ലാത്തിനും ഒരു മറുമരുന്നായിട്ടുള്ള ഒരു അത്ഭുത സാധനമൊന്നുമില്ല. അതിനകത്ത് നിന്ന് ഒരു വാക്യം എടുത്ത് പറഞ്ഞ് അതിൽ കൂടെ നിങ്ങൾക്ക് അങ്ങനെയില്ല. അതുകൊണ്ട് ബൈബിള് എഴുതിയത് ആരാണ്, എന്താണ്, എന്തിനാണ്, എപ്പോഴാണ്, എവിടെയാണ്, ആർക്കാണ്, ഇതെല്ലാം ഒന്ന് പരിശോധിച്ച്
പഠിച്ച് അതെന്താണെന്ന് ഗ്രഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ആരാലും ചതിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇവരുടെ ചതിക്കിഴികളിൽ നിങ്ങൾ വീണു പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് വളരെ നന്ദി. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.